ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായ വന്ദനം ഇന്നു മുതൽ നമ്മുടെ ശ്രീ ദേവി ടാക്കീസിൽ പ്രദർശനം ആരംഭിക്കുന്നു. എല്ലാവരും വരിക 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 സഹചരേ സഹന സമര സമയമാണ്. നീ എന്താ ദണ്ഡി മാർച്ചിന് പോണോ? സോറി അളിയാ, ഞാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോയി. പോലീസ് ഓഫീസറായ ഉണ്ണികൃഷ്ണന്റെയും ജാഥയുടെയും ഗാഥയുടെയും പ്രണയ കാവ്യം. ചേച്ചിയും കൂട്ടി വരണട്ടോ. കൊള്ളാലോടാ, ഇത് പഞ്ചാരം കലക്കി അടിച്ചാടല്ല കലക്കും. ഇതിനെക്കാരടാ പശാന്ന് പേരിട്ടെ. ഗുസ്തിൽ കം ഡിസൂസ. നിന്റെ അപ്പനാ കലക്ക് കലക്ക്. പശ തീർന്നടാ. എടാ കിളിപ്പീരെ പശ തീർന്നടാ. ഒരു തൊട്ടി പശ കൂടെ കലക്ക്. ഒരു തൊട്ടി കൂടാ. നീയൊക്കെ നക്കാണാ തേക്കാണാ നാക്കികള്. കള്ള് കവിഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ്. എന്റെ നീറാശാന, നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംഭനാണ്. ഈ എത്ര നാളായി? കൊറേ നാളായി പഴകി ചീഞ്ഞി നാറി. എടാ കിളിപ്പീരെ, നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ അപ്പി ഇടുമ്പോ തുടങ്ങിയതാ. കള്ള് നിറഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ. കള്ള് വള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ള അറിയണ്ട. ഈ എത്ര നാളായി? അതെ, നിങ്ങളിങ്ങനെ പാട്ടും പാടി പശയും കലക്കി കുറുകിയിരുന്നു. നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു. മാധവേട്ടനെ പെട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എടാ അവൻ വരും. നിനക്കൊന്നും അറിയില്ല എന്റെ മാധവന്. തുടങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നുമില്ല. അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന്. അങ്ങനെ വെറും കൈയോടെ ഞാനും വനജയും കൂടെ ഓടി വരുമ്പോ മുന്നിൽ അതാ നിൽക്കുന്നു മാധവൻ. ചാടി ഹനുമാൻ രാവണന്റെ മതിൽമേൽ. നിന്നോടാരും പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ? എന്നോടാരും ചൊല്ലിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിയിട്ട്. നേരെ 6ാം ക്ലാസ്സിലെത്തിയോ? ഇതിപ്പോ എത്രാമത്തെയാ? 4. അപ്പൊ പെട്ടി കിട്ടിയല്ലേ? അതൊന്നും പറയണ്ടടാ. രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയ്ക്ക് വാങ്ങിച്ച് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഓഫീസിൽ ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലെന്ന്. ചേട്ടാ കൊടുക്കാൻ കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ടൊരു ബസ്സേ കയറി വരാൻ പറ്റുമോ? പെട്ടി ഏതാ, ഏത് പടവാ, ആരുടെ പടവാ, 100 ചോദ്യങ്ങളല്ലേ. കൊടുക്ക ഒരു ടാക്സി പിടിച്ച് ഇവിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ. പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജും അടച്ചു കഴിഞ്ഞപ്പോ തേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സി ഇപ്പൊ താള് കയറുമല്ലോ എന്നുള്ളതാ മാധവേട്ടന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നാളെ പടം തുടങ്ങും. അപ്പൊ നാളെ അവളും വരും. ശ്രീദേവി. അമ്മേ ഇന്ന് വന്നേ നോക്കി. അയ്യോ ഇവനെന്താടാ ഈ സമയത്ത് ഇവിടെ? 2 ഹോൺ അടിച്ചു വിടറാ. ശരിയെന്നാ മറ്റേതടിയാ അടിക്കടാ. കേട്ടി. ഈ ഹോണല്ലോ പൊട്ടാ, മറ്റേ ഹോൺ അടിക്കണം. അതിപ്പോ കംപ്ലൈന്റ് ആണ്. ഭഗവാൻ തന്റെ രണ്ടാമത്തെ ചേട്ടാ ഒന്നും അപ്പുറത്തില്ല. എടുത്തോളാം കേട്ടോ.
തുടങ്ങി അവന്റെ കട്ടി കൊലക്ക് കൊടുക്കല്ലോളിയാ. നോക്കുന്നുണ്ട് കാസറ്റ് മാറ്റണോ. അനങ്ങല്ലേ. ഇന്ന് ആള് കുറെ കൂടിയിട്ടുണ്ടല്ലോ മാധവ. ആളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ ദിവസവും വേണ്ടടാ. ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്കീസുകളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക. അതെ, ജനറേറ്ററിന് ആരെയും സംശയം കരണ്ടെങ്ങാനും പോയ പണി പാടും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഒന്ന് ഇറങ്ങി പോടാ. 3-4 ഇന്റർവ്യൂ കൊടുക്കണ്ട. ഒരുത്തന് പിന്നെ ഒന്നും അറിയണ്ട. ഏയ്, അവൻ അറിയാവുന്ന പണി അവൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. ഞാൻ കാണിച്ചുതരാം. നിന്റെ ഓണപ്പോ അവന്റെ ചെവിയിലോട്ടോ. ആരടാ ഞങ്ങൾ അണ്ണനെ വിളിച്ചത്? ആരാന്ന്? ഇവന്മാര് തുടങ്ങി. നാട്ടുകാർ കൈവയ്ക്കും. എന്നോട് പറ ഐ ലവ് യു. എന്നോട് പറ ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. എം ഡി കെട്ടിപ്പിടിച്ചു.